നമുക്കറിയാം, നമ്മൾ മലയാളികൾ കേരളത്തിലിരുന്ന് ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ എത്രയോ കാര്യക്ഷമതയോടെയും ഗൗരവത്തോടെയും അതേപോലെ ആർഭാടത്തോടെയുമാണ് പുറത്തെ മലയാളികൾ, അതായത് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന മലയാളികളും ഓണം ആഘോഷിക്കുന്നത്. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കും ഗൾഫ് നാടുകളിൽ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ തത്രപ്പാടിലാണ് മലയാളികളായ നമ്മൾ ഇവിടെയും പുറത്തും. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഓണ പർച്ചേസ് നടത്താൻ പറ്റിയ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് വിനീത വി ജി. ചേച്ചി, ഇത്തവണത്തെ ഓണത്തിന് നാട്ടിൽ പോകലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ ഡൽഹിയിൽ നിന്നുകൊണ്ട് ഓണം എങ്ങനെ ആഘോഷിക്കാമെന്നാണ് ആലോചിക്കുന്നത്. പക്ഷെ ആകെ ഒരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാലേ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഈ ഡൽഹിയിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു ആകെ കൺഫ്യൂഷൻ. എല്ലാ സാധനങ്ങളും കിട്ടുമോ? നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും. ഡൽഹി മാർക്കറ്റിലാ ഒരു ഗംഭീര മാർക്കറ്റ് ഉണ്ട് ഡൽഹി. എല്ലാ സാധനവും ഒന്നിച്ച് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വിനീത ചേച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ INA മാർക്കറ്റ്. അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ കണ്ടപ്പോ മനസ്സിലായി. പിന്നെ ഇതാ നോക്ക്, നമ്മുടെ നല്ല കസവ് പുടവ കിട്ടുന്ന ഒരു കടയാണ്. ഇതാ നല്ല കുർത്തി അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം സ്പെഷ്യൽ ഓണത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. നല്ല തിരക്കുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നുണ്ട് വിശേഷം? മലയാളമൊക്കെ പഠിച്ചോ? ഇവിടെ മലയാളീസ്, എല്ലാം മലയാളീസാ. ഇവിടെ സെറ്റ് സാരി എല്ലാം ഓണയുടെ നല്ല പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ട്. സെറ്റ് സാരി ഉണ്ട്, സെറ്റ് ഇത് ചുരിദാർ പുതിയ മോഡലുണ്ട്. ഇത് നോക്കാം, അടിപൊളി ചുരിദാർ. കച്ചവടം നല്ല കച്ചവടം. ഇത് നോക്കാം, ഇത് ദാവണി സാരി, ഇത് എല്ലാം പുതിയ സ്റ്റൈലാ. നമ്മുടെ ഓണത്തിന്റെ ഭാഗമായിട്ട് ഇറക്കി. ഇത് നാട്ടിന് വന്ന സാധനം ഇതല്ല. അവരോടുകൂടി വിഷയം നോക്കാം. അതെ അതെ, ഞാൻ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് കയറി പോയതാ. അതെ അതെ. ചേച്ചി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടുന്ന് എല്ലാ വർഷവും വാങ്ങുന്നത്. നാട്ടിലത്തെ ഓണത്തെക്കാട്ടിലും ഇപ്പം കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് ഡൽഹിയിലാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, എന്നാലും അത്രയും വെറൈറ്റി പോരല്ലോ നാട്ടിൽ. പക്ഷേ ഒത്തിരി ഡ്രസ്സിന്റെ വെറൈറ്റീസ് കിട്ടും. നമുക്കിനി എന്തായാലും ഇവിടെ കൊണ്ട് തീർക്കണ്ട, ഒരുപാട് കടകൾ ബാക്കിയുണ്ട് അല്ലേ? നമുക്കതിലൊരു മലയാളി ചേട്ടനുണ്ട്, തുണിക്കട. ആ ചേട്ടന്റെ ഓണ വിശേഷങ്ങളും കൂടി ചോദിക്കാം. ചേട്ടാ ആദ്യം ഹാപ്പി ഓണം. എല്ലാ ഐറ്റം, എല്ലാ കസവ് സാരി കിട്ടും, പട്ടുപാവാട ബ്ലൗസ് കിട്ടും, കുഞ്ഞു പിള്ളേരെ പാവാട ബ്ലൗസുകൾ, മുണ്ട് ഷർട്ട്, ഒരു മാസമായ കുഞ്ഞിൻ്റെ മുതൽ എല്ലാ ഡ്രസ്സുകളും കിട്ടും. ഏതാ എടുത്ത? പട്ടുപാവാടയാണോ? എന്താണ് ഉഷാറാവണ്ടേ? എങ്ങനെയുണ്ട് ചേച്ചി ഓണം ഷോപ്പിംഗ് ഒക്കെ? അടിപൊളി. ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനായിട്ട്. അച്ഛൻ നമ്മുടെ ഡ്രസ്സ് മാത്രമല്ല, നമ്മുടെ ചക്കവറ്റിലുണ്ട്, ഏത്തക്ക ചിപ്സ് ഉണ്ട്, പലഹാരക്കട. അതെ അതെ, എല്ലാ സാധനവും. എന്താ വെണ്ടക്കയുടെ ഒക്കെ ഒരു ഡിഫറെന്റ് സാധനമാണ് അല്ലേ? എല്ലാം വെറൈറ്റി സാധനങ്ങൾ. അങ്ങോട്ട് നോക്കിയാൽ താഴെ ഇരിക്കുന്ന മൊത്തം വെറൈറ്റി സാധനങ്ങൾ. നല്ല ഒന്നാം തരം അരിമുറുക്കുണ്ട് ഇവിടെ. ചേച്ചി, നമ്മളിപ്പോൾ തുണിക്കടയിൽ കയറി, പലവ്യഞ്ജനക്കട, അതുപോലെ തന്നെ പലഹാരക്കട. ഇനി ഈ ഓണം ആകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കടയാണ് പച്ചക്കറി കട. നമുക്ക് അവിടേക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞ പച്ചക്കറി കട ഇതാണ്. കപ്പ പ്രധാനപ്പെട്ടതാണ്. ഡൽഹിയിൽ കിട്ടാനുള്ള സാധനമാണ്. ഭയങ്കര അടിപൊളി കച്ചവടമാണ്. തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണമൊക്കെ ഏതുവരെ നല്ല ഓർഗനൈസ്ഡായിട്ട് പോകുന്നു. നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടയം. അപ്പൊ ഇത്തവണ നാട്ടിൽ പോകുന്നുണ്ടോ അതോ ഡൽഹിയിലാണോ? ഇല്ല, ഡൽഹിയിൽ തന്നെ. അപ്പൊ അമ്മ ഹാപ്പി ഓണം. ഉഷാറായിരിക്കും. സിനിമയിലെടുത്തു. അവർ പൂർണ്ണമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളാണ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചാൽ പറ്റൂ. ഓണമെന്നല്ല, ഏതൊരു ആഘോഷത്തിനും വേണ്ട എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ കിട്ടും. അപ്പം ഡൽഹിയിലെ മലയാളികൾക്ക് ഈ INA മാർക്കറ്റിൽ വന്നാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇവിടെ നിന്ന് വാങ്ങി മടങ്ങാമെന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. ജിജീന്ദ്രനും മോഹനോടൊപ്പം R. അച്യുതൻ, വിനീത വി ജി, 24 ഡൽഹി.